എന്താ ഭാസ്കരേട്ടാ വിവരം വല്ലതും തീർന്നു എന്നാ കേട്ടത്? ഞാൻ മരണ വഴിക്ക് നമ്മളെ ചന്ദ്രൻ നായരെ കണ്ടിരുന്നു. മൂപ്പര് പറഞ്ഞ അറിവാ. ആരെ കെട്ടിക്കാൻ ഡബിങ് ആണ് മെയിൻ ആയിട്ട്. കാണുകയാണെങ്കിൽ ബ്രോ ഞാൻ പെക്കിയത് പറയുന്നത് ഡബിങ് ആണ്. നിങ്ങൾ ഈ സിനിമ കാണണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ യാസിനെ കാണണമെന്നുണ്ടെങ്കിൽ, ഈ സിനിമ കാണണമെന്നുണ്ടെങ്കിൽ പ്ലീസ് വാച്ച് തമിഴ്. മലയാളം കാണണ്ട, വളരെ മോശം ഡബിങ് ആണ്. നമ്മൾ കണ്ടത് ചിരിക്കായിരുന്നു. ആരെ കെട്ടിക്കാനാടാ ഇതുണ്ടാക്കിയിട്ടേക്കുന്നത്? മര്യാദക്ക് സംസാരിക്കണം, ഇല്ലെങ്കിൽ തന്നെ എന്നെ ഉണ്ടാക്കൂടോ? എന്താ 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 നീ പറഞ്ഞുണ്ടാക്കുന്നത്? അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലല്ലേ? നല്ലൊരു ഓണം പ്ലക്കി വിട്ടു യശും ഗീതു മോഹൻദാസും എല്ലാരും കൂടിയിട്ട്. എന്താ നിങ്ങൾ പോയി കണ്ടു, പൈസ വെറുതെ പോയി. ലാഗാണ്, പ്രൊഡക്ഷൻ കൊള്ളൂല, അഭിനയം കൊള്ളൂല, ഡബിങ് വൃത്തി. സമാധാനമായല്ലോ, സന്തോഷമായല്ലോ. ചേട്ടാ പറയൂടാ, ചേട്ടാ ശരിക്കും എന്താണ് സംഭവിച്ചത്? സീൻ ബൈ സീൻ എങ്ങനെ പ്ലക്ക എന്ന് ഹോളിവുഡ് ലെവലിൽ ചേച്ചി തെളിയിച്ചു. കാരണം അച്ഛന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന പറഞ്ഞത്. അച്ഛൻ എങ്ങനെ പ്ലക്കണമെന്ന് കാണാൻ വേണ്ടി കൊണ്ടുവച്ച പടം എന്ന് പറഞ്ഞു. അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? ഇത്രയും വേസ്റ്റ് ആയിട്ട് എടുക്കുക. അതായത് ലൈഫ് ടൈമിൽ ഇത്രയും ഒരു വേസ്റ്റ് പടം ജീവിതത്തിൽ കണ്ടിട്ടില്ല. അറിയാന്നേ പറഞ്ഞല്ലേ, പോകാം. നാടകം എന്ന് വെച്ചാൽ എ ക്ലാസ് നാടക ലെവലിൽ ചെയ്തു വെച്ചിരിക്കുകയാണ്. എങ്ങനെ സഹിക്കാനായിട്ടാ? പെറ്റതള്ള സഹിക്കൂല. അമ്മ അതിലൊരു ചെറുപ്പടം ടോർച്ചർ അനുഭവിക്കാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ പോയി കാര്യത്തിനാണിത്. ആരെ കെട്ടിക്കാൻ ഉണ്ടാക്കിയിട്ടേക്കോ ഇത്? യശിന്റെ 4 വർഷത്തെ ഡെഡിക്കേഷൻ വെള്ളത്തി വരച്ച വര പോലെ ആക്കി കൊടുത്ത് എവിടോ കടന്ന യാസിനെ വിളിച്ചുകൊണ്ടിട്ട് ഊക്കിയിട്ട് ഗീതു മോഹൻദാസ്. ഇപ്പൊ നിനക്ക് സമാധാനായില്ലേ? വരുന്ന വല്ലാത്ത ഏർപ്പാടായി പോയി. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എല്ലാം എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. ഇത് പോടാ എന്റെ മുമ്പ് കേറി പോടാ അലവരാതി. ഒന്നുമില്ല. ഇവിടെ എന്തൊക്കെ ബഹളായിരുന്നു. സിനിമ എടുക്കാൻ പോകുന്നു, സംവിധാനം ചെയ്യാൻ പോകുന്നു, ഇപ്പൊ എന്തായി? ഞാൻ എന്നെ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണം. അത് ജീവൻ തിരിച്ചു കിട്ടിയ ഫീലാണോ? ഇവിടെ ഇരിക്കുന്നവന് ക്ഷമ വേണം. ആ ക്ഷമ നശിച്ചേട്ടാ ഞാൻ ഇറങ്ങി വരും. ഒന്ന് എഴുന്നേറ്റ് ബഹുമാനിക്ക്. അസഹനീയം. ഡയറക്ടറിന് പണി അറിഞ്ഞൂടാ. എന്താ പറഞ്ഞത്? ഡയറക്ടറിന് പണി അറിഞ്ഞൂടാ. എടാ മോനെ, ഞാൻ ഇതൊക്കെ കുറെ പഠിച്ചിട്ട് തന്നെ. എന്നാ അങ്ങേപ്പുറത്ത് പോയി പഠിച്ചിട്ടാ ഞാൻ പറയുന്നത്. എങ്ങനെ ഒരു കുന്തം അറിയില്ല. എനിക്കോ 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 കണ്ടന്റ് ഉണ്ട്, പക്ഷെ എടുത്തു വെച്ചിരിക്കുന്ന വളരെ മോശമായിട്ടാ. എല്ലാ തരത്തിലും നീ തന്നെ ഉത്തരവാദി. മലയാളം പടം വല്ലതും പോയി കാണാൻ അത്രേ ഉള്ളൂ. മലയാളം ഡയറക്ടറുടെ പടമാണ്, വേറെ പടം കാണുന്നതല്ല. പടം കാട്ടവരാതായിരുന്നു. നന്ദി കേട്ടവന്മാരെ, എല്ലാരും കൂടെ ശവത്തി കുത്താടാ. ഒരു മസാല പടം പോലെ പോലും ഏത് മസാല പടം ഒന്നും ഇല്ല. അവനോട് ചോദിച്ചു നോക്ക്. ഒന്നുമില്ല പറയാനൊന്നുമില്ല, പറയാൻ വേണ്ടി ഒന്നുമില്ല. ഇടിയും വെടിയും കാണാൻ വരുന്ന ഒന്നുമില്ല. അടിയിടിയല്ല, യാഷിന്റെ വേറെ പരിപാടിയൊക്കെ അതേ ഉള്ളു, വേറൊന്നുമില്ല. ആവശ്യമില്ലാത്ത പ്ലാനും പദ്ധതിയൊന്നും വേണ്ടെന്ന് പണ്ടേ ഞാൻ പറഞ്ഞതാ. എന്നിട്ടിപ്പോ എന്തായി? ഇത്രയും ലോകവിലുള്ള താൻ മണ്ടത്തരാ കാണിച്ചത്. അല്ലെങ്കിൽ ഇയാള് വിളിച്ചപ്പോ താൻ ബോംബെന്ന് വണ്ടി എടുത്ത് വരേണ്ട വല്ല കാര്യമുണ്ടോ? ഈ യാഷിന്റെ അടുത്ത് ചിലപ്പോൾ ഇങ്ങനത്തെ കുറെ ഇന്റിമേറ്റ് സീനുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ അപ്രോച്ച് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഇതിലും നല്ലത് വല്ല ബ്രേസേഴ്സിലൊക്കെ അക്കൗണ്ട് തുടങ്ങണമാണ്. അവർ ഇതിലും നല്ല സീൻ മര്യാദയ്ക്ക് എടുത്തു. ഒരു കാര്യം പറയാം, എന്താണ്? പിന്നെ പീസുകൾ ഇറക്കുകയും ചെയ്ത് അതുപോലെ തന്നെ പണം കാണാൻ പ്രത്യേക ശ്രദ്ധയ്ക്ക് 5 ചട്ടിയെങ്കിലും ഇട്ടുകൊണ്ട് വരണം. അല്ലെങ്കിൽ പണി പാളും. ടോക്സിക് എന്നുള്ളത് പിന്നാലെ തുമ്പിയെന്ന് മാത്രം ഇട്ടാൽ മതി. കാര്യം ഫുൾ മാർക്കാ, അതിൽ നിനക്ക് അഭിമാനിക്കാൻ. വളരെ മോശം എക്സിക്യൂഷൻ, മോശം കഥ, മോശം തിരക്കഥ, മോശം അഭിനയം, എല്ലാം കൊണ്ട് ഒരു മോശം ഇതാണ്. ഇതാണ് അവസ്ഥ. ഏത് ഗുളിയം കയറിയ സമയത്താണോ ഞാൻ ഈ സിനിമ എടുത്ത് തലേ വെച്ചത്? തന്നെ പൊളിഞ്ഞു. സാറേ, എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ് നടന്നിട്ടുണ്ടെന്നാ തോന്നണേ. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ല. എവിടെ ചെന്നാലും ഇങ്ങനെ ഓരോ മാരണങ്ങൾ വന്ന് മുമ്പിൽ പെടും. അധികം നീ ഇവിടെ നിന്ന് എനിക്ക് വരുന്ന കരിക്ക് ഇത് വെച്ച് മോദപ്പെട്ട ഒരു കുത്തിയാൻ വെച്ചു. ഹായ് ഓൾ, ദിസ് ഈസ് കോക്ക്. ആരെ കെട്ടിക്കാനാണ് ഇതുപോലെ തീട്ടപ്പണം? ആരെ കെട്ടിക്കാൻ? കാണാൻ പോയ എല്ലാ ആൾക്കാരും മുമ്പി. കുറച്ചുകൂടെ മര്യാദക്ക് സംസാരിക്കണം. ഞാനിനി മര്യാദ പഠിച്ച് പാസ്സായിട്ട് വേണം സാറിനോടൊന്ന് സംസാരിക്കാൻ.
ഗീതു മോഹൻദാസ് ഇതുപോലെ തീട്ടപ്പടം രാവിലെ ഞാൻ ഊഹിച്ചെടുത്ത് പൂരിപ്പിച്ചോളാം. നിങ്ങള് മലയാളം ഈ ചതി ഗിരിമദാസിൽ പ്രതീക്ഷിച്ചില്ല. ചില മുതലാളിമാരൊക്കെ അങ്ങനെയാ പരമുള്ളേ. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. ഓർക്കണം, ഓർത്താൽ നന്ന്. ടോക്സിക് എന്നെ സംബന്ധിച്ച് ഒന്നും തരാതെ പോയ ഒരു സിനിമയാണ്. വാട്ട് എ വേസ്റ്റഡ് ഓപ്പർച്യൂണിറ്റി എന്നാണ് പറയാൻ ഫീൽ ചെയ്യുന്നത്. ഒറ്റ വാക്കി പറഞ്ഞ മോനെ തുടിക്ക പ്ലക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ ബൈ. അത്രേ ഉള്ളൂ. ഫ്ലാഷ് ബാക്ക്. I'm going to do the biggest film of the country with the best actor and the greatest stardom. രാജമൗലിക്കും ജെയിംസ് കാമറിനും പുതിയ വെല്ലുവിളി ഗീതു മോഹൻദാസ്.